വെൽക്കം ബാക്ക് ടു ഇൻചാൻഡൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പോൾ നമ്മൾ ഇന്ന് LGSന്റെ സെക്കൻഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻസും ആൻസറും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ LGS സ്റ്റേജ് 1ലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും GK ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ LGS സ്റ്റേജ് 2ലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതിനുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് പഠിച്ചു പോകാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരായിരുന്നു? ദിവ്യ ദേശ്മുഖ് ആയിരുന്നു ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. അപ്പോൾ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. രണ്ടാമത്തെ ചോദ്യം: 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. ഇപ്പൊ 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. G7 ഉച്ചകോടി 2024 വർഷം എവിടെയാണ് നടന്നത്? ഇറ്റലിയിലാണ് നടന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് പിന്നീട് നീക്കം ചെയ്യപ്പെട്ടത്. അപ്പൊ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം ഇപ്പോൾ ഏത് ഭരണഘടനയിൽ സ്വത്ത് സമ്പാദന അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 300A സ്വത്ത് സമ്പാദന അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്വത്ത് അവകാശത്തിന് നിങ്ങൾ സ്വത്ത് സമ്പാദന അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ 44ാം ഭേദഗതിയാണ്. 1978 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്ത് അവകാശ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി. ഇനി 44ാം ഭേദഗതി പ്രകാരം 1978 അത് നീക്കം ചെയ്ത് 300A ഇപ്പോൾ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? 300A സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്ത അവകാശമാണ് സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശം. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24. ഇനി അതുപോലെ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 32നെയാണ് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും നിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. BR അംബേദ്കർ അത്തരത്തിൽ അനുച്ഛേദത്തെ വിശേഷിപ്പിച്ചത്. അപ്പൊ ആർട്ടിക്കിൾ 24ലാണ് എന്ത്? ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഇനി ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും സമീപിക്കാവുന്നതാണ്. അപ്പൊ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും സമീപിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം: 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? മമ്മൂട്ടിയാണ്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഈ കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? കക്കാട് ജലസേന പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ്. കക്കാട് ജലസേന പദ്ധതി എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 2018ലാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്കയാണ്. അത് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. ഇനി റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ P ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര്? റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ P ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് സുമതിയാണ്. അപ്പോൾ കഥാപാത്രമായത് ആരൊക്കെയാണ്? കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? മല്ലി, രേഷ്മ, കിരൺ മുതലായവരാണ് അതിലെ കഥാപാത്രങ്ങൾ. ഈ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗംഗയാൻ. അപ്പൊ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഗഗയാനാണ്. ഈ മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി ഏതാണ്? മംഗൾയാൻ. ഇനി ചൊവ്വയെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയുടെ ചൊവ്വയെ കുറിച്ച് പഠിക്കുന്ന പര്യവേക്ഷണ പദ്ധതി ഏതാണ്? മംഗൾയാനാണ്. അതുപോലെ ചന്ദ്രനെ കുറിച്ച് ഉള്ള പര്യവേക്ഷണ പദ്ധതി ഏതാണ്? ചാന്ദ്രയാനാണെന്നും ഓർത്തു വെക്കാം. മനുഷ്യന്റെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗംഗയാൻ. ഇനി മംഗൾയാൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയെ കുറിച്ച് പര്യവേഷണം നടത്തുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ ചന്ദ്രയാൻ എന്ന ചന്ദ്രനെ കുറിച്ചുള്ള പദ്ധതിയാണ്.
ഇനി 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ആണ് 1999 കാർഗിൽ യുദ്ധത്തിൽ, അത് ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നാണ് അറിയപ്പെടുന്നത്. വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന് നോക്കുക. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. ഇനി 2024 പാരീസ് ഒളിമ്പിക് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാകർ ആണ് വെങ്കല മെഡൽ നേടിയ വനിത. അപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാകർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാറക്കോറത്താണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാറക്കോറത്താണ്. അപ്പം അടുത്തത്, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഇന്ദിരാ പോൾ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രസ്താവനകൾ ശരിയാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെന്ന് ഓർത്തു വയ്ക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യ, പാകിസ്ഥാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ശ്രീലങ്ക, പിന്നെ ഭൂട്ടാൻ, നേപ്പാൾ, മാലിദ്വീപ്, ഇത്തരം രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് വശത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്നറിയപ്പെടുന്നത്. ഇനി രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തും, ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണെന്ന് 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് എന്താണ്? 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് പറയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രിയാണ്. അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? ഏകദേശം 30 ഡിഗ്രിയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്. അത് ഒരു പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രിയുടെ വ്യത്യാസമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റം എന്നറിയപ്പെടും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റമാണ് കന്യാകുമാരി. ഇനി ഇന്ത്യയുടെ തെക്കേയറ്റം, അതായത് ഇന്ത്യൻ യൂണിയന്റെ തെക്കേയറ്റം എന്നറിയപ്പെടുന്നതാണ് പോയിന്റ്, അല്ലെങ്കിൽ എന്താണ്? ഗ്രേറ്റ് നിക്കോബാർ എന്ന് അറിയപ്പെടുന്നു. ഇനി ഇന്ത്യയുടെ വടക്കേയറ്റം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വടക്കേയറ്റമാണ് ഇന്ദിരാ കോൾ. അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത് കിബുത്തു, അരുണാചൽ പ്രദേശ് കിബുത്തുവും, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഗുഹാർ മോത്തിയുമാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റം എന്ന് ചോദിച്ചാലാണ് എന്ത്? കന്യാകുമാരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റം അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ തെക്കേയറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് എന്താണ്? ഇന്ദിരാ കോൾ ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ പറയുന്ന പ്രസ്താവനകളെല്ലാം ശരി. ഇന്ത്യയിലെ ജലസേന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനയെ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിറാക്കുഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഇതില് പ്രസ്താവനകൾ 2ഉം 4ഉമാണ് ശരി. ഏതൊക്കെയാണ് പ്രസ്താവന? ശരിയായ ഇന്ത്യയിലെ ജലസേന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്?
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിറാക്കുഡ്. ഹിറാക്കുഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഇനി അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കല്ല് അണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്നും. 19 ചോദ്യം, ഇന്ത്യൻ പാർലമെന്റ് ഭാഗമായ ലോക്സഭയെ ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ പാർലമെന്റ് ഭാഗമായ ലോക്സഭയെ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. അതില് ബന്ധമില്ലാത്ത പ്രസ്താവനയാണെങ്കിൽ 1ഉം 3ഉമാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ലോക്സഭാംഗങ്ങൾ. അതുപോലെ ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നത് ലോക്സഭയാണ്. അപ്പൊ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. അതുപോലെ ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നത് ലോക്സഭയാണെന്ന് ഓർത്തു വയ്ക്കും. ഇനി സാമ്പത്തിക വളർച്ച ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സാമ്പത്തിക വളർച്ച ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ് എന്ന് പറയുന്നത്. ഉൽപാദനത്തിലും വരുമാനത്തിലെ വർധനവാണ് സാമ്പത്തിക വളർച്ച ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഈ ദേശീയ വനനയം നിലവിൽ വന്ന വർഷം. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം 1988. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം എന്നാണ് 1988. ഈ റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് IUCN. IUCN ആണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന. ഈ 2024 ലോക പരിസ്ഥിതിദിനത്തിന് ആതിഥേയം വഹിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതിദിനത്തിന് ആതിഥേയം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതിദിനത്തിന് ആതിഥേയം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അടുത്തത്, രാജ്യത്തെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ്? SIG ആണ് കറൻസിയുടെ പേര്. രാജ്യത്തിലെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് SIG. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. കറിയുപ്പിന്റെ രാസനാമം ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ് കറിയുപ്പിന്റെ രാസനാമം. താഴെ പറയുന്നതിൽ പോർട്ടൽ സിരിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നതിൽ പോർട്ടൽ സിരിയുമായി ബന്ധമായ പ്രസ്താവന ഏതൊക്കെയാണ്? അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. അതുപോലെ തന്നെ പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്ന് കരളിൽ എത്തിക്കുന്നു. അപ്പൊ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിൽ രക്തം വഹിക്കുന്നതാണ് പോർട്ടൽ സിരയുടെ ദൗത്യം. അതുപോലെ പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്ന് കരളിൽ എത്തിക്കുന്നതും ഏതാണ്? പോർട്ടൽ സിരയാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ 2ഉം 4ഉം പ്രസ്താവനകളാണ് ശരി. പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ്? അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. അതുപോലെ തന്നെ പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്ന് കരളിലെത്തിക്കുന്നു. ഈ 2 പ്രസ്താവനകളാണ് പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട് ശരിയായത്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ് സ്ഥിതി? കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ്? നിലമ്പൂർ. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ് എന്ന് പറയുന്ന രോഗവ്യാപനത്തിനെ കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമേ ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമേ ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ്. നമ്മള് LGS സ്റ്റേജ് 2 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്